ഒരു ചെറിയ സാങ്കേതിക പിഴവ് കാരണം ഒരു കുടുംബം പട്ടിണിയിലാകുമോ? കേൾക്കുമ്പം അവിശ്വസനീയമായിട്ട് തോന്നാം. പക്ഷെ യൂണിവേഴ്സൽ ക്രെഡിറ്റ് എന്ന സിസ്റ്റത്തിന്റെ മറുവശം ഇതാണ്. നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡില് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള മാന്ത്രിക വടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യൂണിവേഴ്സൽ ക്രെഡിറ്റിനെ കുറിച്ചും അതിലെ വിപ്ലവകരമായിട്ടുള്ള ടേപ്പർ സിസ്റ്റം, വർക്ക് കോച്ച് എന്നീ ആശയങ്ങളെ കുറിച്ചും നമ്മൾ വിശദമായിട്ട് സംസാരിച്ചിരുന്നു. ആ എപ്പിസോഡ് ഇതുവരെ കാണാത്തവര് ദയവായിട്ട് അതൊന്ന് കണ്ടു നോക്കുക. എങ്കിലും മാത്രമേ ഈ സിസ്റ്റത്തിന്റെ ശക്തി നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകൂ. എന്നാൽ കേൾക്കാൻ ഇത്ര മനോഹരമായിട്ടുള്ള ഈ സിസ്റ്റം ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ ചിത്രം മാറുമോ? സിസ്റ്റത്തിലെ വെറും ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ഒരു കുടുംബത്തെ എങ്ങനെ ബാധിക്കും? യൂണിവേഴ്സൽ ക്രെഡിറ്റിന്റെ ആരും പറയാത്ത വെല്ലുവിളികളും പോരായ്മകളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് തുടങ്ങാം. ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഡിജിറ്റൽ സുതാര്യതയാണ്. നിലവിലുള്ള പല ക്ഷേമ പദ്ധതികളും പലപ്പോഴും സങ്കീർണമായ ചുവപ്പ് നാടകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ യൂണിവേഴ്സൽ ക്രെഡിറ്റിലേക്ക് മാറുമ്പോൾ ഗുണഭോക്താവിന്റെ അർഹത ഒരു കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ വഴി നിർണ്ണയിക്കപ്പെടുന്നു. ഇത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള വിവേചനമോ അഴിമതിയോ ഇല്ലാതാക്കുന്നു. പണം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതിലൂടെ ഇടനിലക്കാരുടെ ഇടപെടല് പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. സാമ്പത്തികമായിട്ടുള്ള കൈത്താങ്ങിനപ്പുറം തൊഴിൽ വിപണിയിലെ ചലനാത്മകതയുമായിട്ട് ഇതിനെ കോർത്തിണക്കിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഇതിലെ ടേപ്പർ റേറ്റ് എന്ന സംവിധാനം ശ്രദ്ധിക്കുക. സാധാരണഗതിയിൽ ഒരു വ്യക്തിക്ക് ജോലി ലഭിക്കുമ്പോൾ അവരുടെ സർക്കാർ ആനുകൂല്യങ്ങൾ പെട്ടെന്ന് നിർത്തലാക്കപ്പെടാറുണ്ട്. ഇത് പലരെയും ജോലിക്ക് പോകാൻ മടിപ്പിക്കുന്നു. എന്നാൽ യൂണിവേഴ്സൽ ക്രെഡിറ്റില് നിങ്ങൾ സമ്പാദിക്കുന്ന ഓരോ രൂപയ്ക്കും ആനുപാതികമായിട്ട് മാത്രമേ ആനുകൂല്യങ്ങൾ കുറയുകയുള്ളൂ. ഇത് താഴ്ന്ന വരുമാനമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർക്കും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. കൂടാതെ പേഴ്സണലൈസ്ഡ് സപ്പോർട്ട് ഈ സിസ്റ്റത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഓരോ വ്യക്തിക്കും ഒരു വർക്ക് കോച്ച് ഉണ്ടാകുന്നത് വഴി അവരുടെ കരിയർ പ്ലാനിങ്ങിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. വെറും ഒരു സാമ്പത്തിക സഹായം നൽകുന്നതിന് പകരം ആ വ്യക്തിയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനും അവർക്ക് അനുയോജ്യമായിട്ടുള്ള തൊഴിൽ മേഖലകൾ കണ്ടെത്താനും ഈ മെന്റർ സഹായിക്കുന്നു. എന്റെ അഡീഷണൽ സ്കിൽ അക്വസിഷൻ പ്രോഗ്രാം പോലുള്ള മേഖലകളിൽ പ്രവർത്തിച്ച പരിചയം വെച്ച് നോക്കുമ്പോൾ സ്കിൽ ഡെവലപ്മെന്റും സാമ്പത്തിക സഹായവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാമെന്നതിന്റെ മികച്ച ഉദാഹരണമായിട്ട് ഇതിനെ നമുക്ക് കാണാം. കുടുംബങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള ഫ്ലെക്സിബിലിറ്റിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം. വീട്ടുവാടക, കുട്ടികളുടെ സംരക്ഷണം, അംഗവൈകല്യമുള്ളവർക്കുള്ള സഹായം എന്നിവയെല്ലാം ഒരൊറ്റ പേയ്മെന്റിൽ ഉൾക്കൊള്ളിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. പ്രേക്ഷകൻ തന്റെ സാഹചര്യങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, ഇപ്പം ഉദാഹരണത്തിനാണെങ്കിൽ വാടക കൂടുകയോ അല്ലെങ്കിൽ ശമ്പളം കുറയുകയോ ചെയ്യുന്നതൊക്കെ ഓൺലൈൻ പോർട്ടൽ വഴി അറിയിക്കുന്ന നിമിഷം തന്നെ ആനുകൂല്യങ്ങളിലും മാറ്റം വരുന്നു. ഇത് ഭരണപരമായിട്ടുള്ള കാലതാമസം ഒഴിവാക്കി വ്യക്തികൾക്ക് ഏത് സാഹചര്യത്തിലും ഒരു മിനിമം ജീവിത നിലവാരം ഉറപ്പു നൽകുന്നു. യൂണിവേഴ്സൽ ക്രെഡിറ്റ് സിസ്റ്റം കേൾക്കുമ്പോൾ വളരെ ആകർഷകരമായിട്ട് തോന്നാമെങ്കിലും അതിന്റെ പ്രായോഗിക വശങ്ങൾ പരിശോധിക്കുമ്പോൾ ഗൗരവകരമായിട്ടുള്ള ചില പരിമിതികൾ കാണാൻ സാധിക്കും. UK സിറ്റിസൺസ് അഡ്വൈസ് ബ്യൂറോയിൽ പ്രവർത്തിച്ചപ്പോൾ ഇത്തരം വെല്ലുവിളികൾ ഗുണഭോക്താക്കളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നേരിട്ട് കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഇത് സൃഷ്ടിക്കുന്ന ഡിജിറ്റൽ വിടവ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈഡ് ആണ്. സിസ്റ്റം പൂർണ്ണമായിട്ടും ഓൺലൈൻ അധിഷ്ഠിതമാക്കുമ്പോൾ സ്മാർട്ട് ഫോണോ ഇന്റർനെറ്റോ പരിചിതമല്ലാത്ത ഒരു വലിയ ജനവിഭാഗം പാർശ്വവൽക്കരിക്കപ്പെടുന്നു. സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ തന്നെയും സങ്കീർണമായിട്ടുള്ള പോർട്ടലുകൾ കൈകാര്യം ചെയ്യാനും രേഖകൾ അപ്ലോഡ് ചെയ്യാനും സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് അവരെ വീണ്ടും ഇടനിലക്കാരിലേക്കോ അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ എത്തിക്കുകയും പരോക്ഷമായിട്ടുള്ള ചൂഷണങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള പ്രശ്നം 5 ആഴ്ചത്തെ കാത്തിരിപ്പാണ്. UK ഈ സംവിധാനം നടപ്പിലാക്കിയപ്പോൾ ആദ്യ പേയ്മെന്റ് ലഭിക്കാൻ 5 ആഴ്ചയോളം കാത്തിരിക്കേണ്ടി വരുമായിരുന്നു. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് നിത്യവൃത്തിക്കായിട്ട് അന്നന്നത്തെ വരുമാനത്തെ ആശ്രയിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിന് ഒരു മാസം പണമില്ലാതെ വരുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇത്തരക്കാര് ഈ കാലയളവിൽ ഉയർന്ന പലിശയ്ക്ക് സ്വകാര്യ ലോണുകൾ എടുക്കാൻ നിർബന്ധിതരാകുകയും അത് അവരെ മാറാത്ത ഒരു കടക്കണിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. പിന്നീട് സർക്കാർ നൽകുന്ന അഡ്വാൻസ് പേയ്മെന്റ് ആകട്ടെ അടുത്ത മാസങ്ങളിൽ ഗഡുക്കളായിട്ട് തിരിച്ചു പിടിക്കുന്നത് ഗുണഭോക്താവിന്റെ മാസ വരുമാനത്തിന് വലിയ കുറവുണ്ടാക്കാനും കാരണമാകുന്നു. മൂന്നാമതായിട്ട് സാങ്കേതികവും അടിസ്ഥാന സൗകര്യവുമായിട്ടുള്ള തകരാറുകളാണ്. ആധാർ അധിഷ്ഠിത സേവനങ്ങളിൽ നാം ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ ഇവിടെയും നിഴലിക്കാം. വിരലടയാളം കൃത്യമായിട്ട് പതിയാത്ത ബയോമെട്രിക് പരാജയങ്ങളോ ഗ്രാമപ്രദേശങ്ങളിലെ സെർവർ തകരാറുകളോ കാരണം ആനുകൂല്യങ്ങൾ വൈകിയാൽ അതൊരു പാവപ്പെട്ടവന്റെ അടുക്കളയെയാണ് നേരിട്ട് ബാധിക്കുന്നത്. സാങ്കേതിക കാരണങ്ങളാൽ പണം തടയപ്പെടുന്നത് വെറും ഒരു സിസ്റ്റം എറർ അല്ല, മറിച്ച് ഒരു മനുഷ്യന്റെ അതിജീവനത്തെ തകർക്കുന്ന പ്രതിസന്ധിയാണ്. അവസാനമായിട്ട്
ഇതിലെ കണിശമായിട്ടുള്ള നിയമങ്ങളും ശിക്ഷാ നടപടികളുമാണ്. വർക്ക് കോച്ചുമായിട്ടുള്ള കൂടിക്കാഴ്ചകളിൽ പങ്കെടുക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ആനുകൂല്യം വെട്ടിക്കുറയ്ക്കുന്ന രീതി UK നിലവിലുണ്ട്. എന്നാൽ കൃത്യമായിട്ടുള്ള യാത്രാ സൗകര്യങ്ങളോ കൃത്യസമയത്ത് വിവരം ലഭിക്കാനുള്ള സാഹചര്യമോ ഇല്ലാത്ത ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇത്തരം സാങ്ഷനുകൾ നടപ്പിലാക്കുന്നത് അങ്ങേയറ്റം നീതികേടാകും. ചുരുക്കത്തിൽ ഏറ്റവും ദുർബലമായിട്ടുള്ള ജനവിഭാഗത്തെ സഹായിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സിസ്റ്റം സാങ്കേതിക വിദ്യയുടെയും നിയമങ്ങളുടെയും പേരിൽ അവർക്കൊരു കടമ്പയായി മാറരുത് എന്നതാണ് നാം തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം. പണം നേരിട്ട് കൈമാറുന്ന രീതിയിലേക്ക് മാറുമ്പോൾ അത് സാമൂഹികമായിട്ടുള്ള വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. നിലവിലുള്ള റേഷൻ സംവിധാനത്തില് PDS നമുക്ക് ലഭിക്കുന്നത് ഭക്ഷ്യധാന്യങ്ങളാണ്. ഇത് കുടുംബത്തിന്റെ അടിസ്ഥാന വിശപ്പടക്കാൻ സഹായിക്കുന്നു. എന്നാൽ ഇതേ തുക പണമായിട്ട് നൽകിയാൽ കുടുംബനാഥൻ അത് വീട്ടിലെ അത്യാവശ്യങ്ങൾക്കല്ലാതെ ലഹരിക്കോ മറ്റ് ആനന്ദങ്ങൾക്കോ വേണ്ടി ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് അദൃശ്യമായിട്ടുള്ള ഒരു ദുരന്തം അല്ലെങ്കിൽ ഹിഡൻ പോവേർട്ടി ആരംഭിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിൽ പണം വരുന്നുണ്ടെങ്കിലും വീട്ടിലെ അടുപ്പിൽ തീ പുകയാത്ത അവസ്ഥ ഇത് സൃഷ്ടിക്കും. UK ഇത്തരം സാഹചര്യങ്ങളിൽ സർക്കാർ ഇടപെടുന്നത് ഓൾട്ടർനേറ്റീവ് പേയ്മെന്റ് അറേഞ്ച്മെന്റ് വഴിയാണ്. ഉദാഹരണത്തിന് ഒരാൾക്ക് വാടക നൽകാൻ സാധിക്കാതെ വരികയോ പണം ദുരുപയോഗം ചെയ്യുകയോ ചെയ്താൽ പണം നേരിട്ട് വീട്ടുടമസ്ഥന് നൽകാൻ സംവിധാനമുണ്ട്. എന്നാൽ ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ഓരോ വ്യക്തിയുടെയും ചെലവുകൾ നിരീക്ഷിക്കുക എന്നത് അസാധ്യമാണ്. ഇതിനൊരു പ്രായോഗിക പരിഹാരമാണ് ഹൗസ് ഹോൾഡ് പ്രയോറിറ്റൈസേഷൻ. പണം വീട്ടിലെ മുതിർന്ന സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭ്യമാക്കുന്നത് വെറും ഒരു സാങ്കേതിക മാറ്റമല്ല, അതൊരു വലിയ സാമൂഹിക പരിഷ്കരണമാണ്. ലോകബാങ്കിന്റെയും UN പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ സ്ത്രീകളുടെ കൈവശം എത്തുന്ന പണം കുടുംബത്തിന്റെ പോഷകാഹാരം, കുട്ടികളുടെ വിദ്യാഭ്യാസം, മരുന്നുകൾ എന്നിവയ്ക്കായി ഉപയോഗിക്കാനുള്ള സാധ്യത പുരുഷന്മാരെക്കാൾ 20 മടങ്ങ് കൂടുതലാണ്. മാത്രമല്ല ഇത് കുടുംബത്തിനകത്ത് സ്ത്രീയുടെ ശബ്ദത്തിന് കൂടുതൽ കരുത്ത് നൽകുന്നു. സ്വന്തം പേരിൽ ബാങ്ക് അക്കൗണ്ടും അതിലേക്ക് വരുന്ന നിശ്ചിത വരുമാനവും അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ആത്മവിശ്വാസവും നൽകുന്നു. ഇത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നതിലുപരി ഫിനാൻഷ്യൽ ഓട്ടോണമി എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ ക്രെഡിറ്റ് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ ഗുണഭോക്താവിന്റെ പേരിൽ മാത്രം പണം നൽകാതെ ആ തുക ആർക്ക് നൽകിയാൽ കുടുംബത്തിന് ഗുണകരമാകും എന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂടെ പരിഗണിക്കേണ്ടതുണ്ട്. ഡിജിറ്റൽ സംവിധാനങ്ങൾ സുതാര്യമാകുമ്പോൾ തന്നെ സാമൂഹിക ഘടനയിലെ ഇത്തരം വിള്ളലുകൾ അടയ്ക്കാൻ കൂടി അത് പ്രാപ്തമാക്കണം. യൂണിവേഴ്സൽ ക്രെഡിറ്റ് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷയാണ്. പക്ഷെ അത് നടപ്പിലാക്കുന്ന രീതിയിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. വെറും ഒരു സാങ്കേതിക സംവിധാനമായിട്ട് ഇതിനെ കാണാതെ മാനുഷികമായിട്ടുള്ള ഒരു മുഖം കൂടി ഇതിന് നൽകേണ്ടതുണ്ട്. ഇതിനൊരു പ്രായോഗിക പരിഹാരമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ് പഞ്ചായത്ത് തലത്തിലുള്ള ഒരു ജനറലിസ്റ്റ് അഡ്വൈസർ തസ്തിക. സിറ്റിസൺസ് അഡ്വൈസ് ബ്യൂറോ പോലുള്ള പ്രായോഗിക മാതൃകകൾ നമുക്ക് ഇതിനായിട്ട് കടമെടുക്കാം. ഒരു ഡിജിറ്റൽ സംവിധാനവും ഗുണഭോക്താവും തമ്മിലുള്ള പാലമായിട്ട് ഈ അഡ്വൈസർമാർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അപേക്ഷകൾ സമർപ്പിക്കാനും പണം വൈകുമ്പോൾ ഇടപെടാനും വർക്ക് കോച്ച് എന്ന നിലയിൽ തൊഴിൽ നൈപുണ്യം വികസിപ്പിക്കാനും ഇവർക്ക് ജനങ്ങളെ സഹായിക്കാം. സാങ്കേതിക വിദ്യ പാവപ്പെട്ടവനെ ശാക്തീകരിക്കാനുള്ളതാകണം, മറിച്ച് സങ്കീർണമായിട്ടുള്ള നിയമങ്ങൾ പറഞ്ഞ് അവനെ മാറ്റി നിർത്താനുള്ളതാകരുത്. സാമ്പത്തിക സുരക്ഷയും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ടുള്ള ഇത്തരം വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അവ താഴെത്തട്ടിലുള്ള ഓരോ വ്യക്തിക്കും പ്രാപ്യമാണെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? യൂണിവേഴ്സൽ ക്രെഡിറ്റ് പോലുള്ള പണം നേരിട്ട് കൈമാറുന്ന പദ്ധതികളാണോ അതോ നിലവിലുള്ള റേഷൻ സംവിധാനമാണോ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് കൂടുതൽ സുരക്ഷിതത്വം? നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ താഴെ നിന്ന് കമന്റ് ചെയ്യുമല്ലോ. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഗ്ലോബൽ ടോക്സുമായിട്ട് കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഇറ്റ്സ് മീ അഭിനവ് ജോസ് സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.